God. ദൈവരാജ്യത്തിന്റെ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ When we look into the experience of this kingdom of വിശുദ്ധ God, പൗലോസ് റോമാലേഖനത്തിൽ പറയുകയാണ്. St. Paul says to the Romans church, റോമാലേഖനം 14 അധ്യായം അതിന്റെ 17 വാക്യത്തിൽ വരുമ്പോൾ Romans chapter 14 and verse 17, when we read, യേശു പറയുന്നു, Jesus says, സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. kingdom of God is not meat and drink. സ്വർഗരാജ്യം എന്നത് ഭക്ഷണവും പാനീയവുമല്ല. Kingdom of God is not meat and drink. അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. Righteousness, peace and joy in the Holy ഈ Ghost. അനുഭവത്തെ നമ്മൾ ആത്മീക ദൈവരാജ്യം എന്ന് പറയുന്നു. And this experience can be called the spiritual kingdom of God. യേശു എന്താണ് പറഞ്ഞത്? What did Jesus say? പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. Father, hallowed be thy name. അത് ക്രൂശിൽ നിവർത്തിക്കപ്പെട്ടു. That was fulfilled on the cross. പിതാവേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാക്കണമേ. Father, let thy will be done on earth as it is in അത് heaven. ഗെത്സമനെ തുടങ്ങി ഗോൽഗോഥായോളം നിവർത്തിക്കപ്പെട്ടു. Was fulfilled from Gethsemane until Golgotha. ഇപ്പോൾ യേശു പറയുന്നു, Now Jesus is saying, നിന്റെ രാജ്യം വരേണമേ. let thy kingdom come. അത് പെന്തക്കോസ്ത് നാളിൽ സ്ലീഹന്മാരുടെ മേൽ വന്ന് വ്യാപരിച്ചു. And on the day of Pentecost it came down on the പൗലോസ് disciples. എന്താണ് പറയുന്നത്? What is St. Paul saying? ദൈവത്തിന്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല. Kingdom of God is not meat and drink. അത് നീതിയാണ്. It is righteousness. അത് സമാധാനമാണ്. It is peace. അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. And it is joy in the Holy Ghost. ഈ അനുഭവത്തെ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, And about this experience when he writes to the എഫേസ്യ Ephesians, ലേഖനം 2 അധ്യായം 7 വാക്യത്തിൽ വരുമ്പോൾ coming to chapter 2 and verse 7 of Ephesians, അവിടെ പൗലോസ് പറയുന്നു, there St. Paul is അവൻ saying, നിങ്ങളെ ഉയർപ്പിച്ച് സ്വർഗ്ഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. and he has raised up together and made us to sit in heavenly places. അങ്ങനെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് And to the ones who have received Jesus as a Savior, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പ്രാപിച്ചിട്ടുള്ളവർ, and those who have received the presence of the Holy Ghost, അവർ ഇന്ന് ആത്മീക ദൈവരാജ്യത്തിലാണ്. they are seated in the heavenly ഈ kingdom. 3 കാര്യവും നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു. And these 3 things have been fulfilled. അതുകൊണ്ടാണ് പെന്തക്കോസ്തുകാർ ഇപ്പോൾ ആ പ്രാർത്ഥനയിൽ ആ വാക്കുകൾ ഉച്ചരിക്കുന്നില്ല. That's why Pentecostals do not utter those words in prayer now. അപ്പോൾ ഈ ദൈവരാജ്യത്തിന്റെ 2ാം ഭാഗം നാം ചിന്തിച്ചാൽ, But when we look to the second portion of the kingdom of അതൊരു God, അക്ഷരികമായ ദൈവരാജ്യമാണ്. it is a literal kingdom of God too. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം Gospel of Luke chapter 1, അതിന്റെ 30-32 വാക്യങ്ങൾ വായിക്കുമ്പോൾ, when we read 30 and 32nd verse, അവിടെ ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് സംസാരിക്കുന്നത് നമുക്ക് കാണാം. we can see angel Gabriel speaking to Mary. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. And Mary, thou hast found favor in God's sight, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. and the Holy Spirit shall come upon you, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. and the power of the Almighty shall be above you, നീ ഒരു വിശുദ്ധ പ്രജയെ പ്രസവിക്കും. and you shall give birth to a son, അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. and he shall be called the Son of the Most High. അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം ദൈവം അവന് കൊടുക്കും. And the Lord God shall give unto him the throne of his father അവന്റെ David, രാജ്യത്തിന് ഒരിക്കലും അവസാനം വരികയില്ല. and his kingdom shall never see an end. ഇതാണ് അക്ഷരികമായ ദൈവരാജ്യം. This is the literal kingdom of God, അതിതുവരെയും ഭൂമിയിൽ നിവർത്തിക്കപ്പെട്ടിട്ടില്ല. and it has not been fulfilled yet. ഗബ്രിയേൽ മറിയത്തോടെ 7 കാര്യങ്ങളാണ് പറയുന്നത്. Angel Gabriel says unto Mary 7 things. അതിൽ 4 കാര്യം നിവർത്തിക്കപ്പെട്ടു, 3 കാര്യങ്ങൾ അവശേഷിക്കുകയാണ്. Among that 4 has been fulfilled, 3 are yet to remain. അതിലൊന്ന്, അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും. One among that is that the throne of his father David shall be given to him. അത് ഇതുവരെ നിവർത്തിക്കപ്പെട്ടിട്ടില്ല. That has not been fulfilled yet. യേശുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, When we study about Jesus, കാലത്ത് യേശുവിനെ കണ്ടവർ പല രീതിയിലാണ് യേശുവിനെ വിശേഷിപ്പിച്ചത്. those who saw Jesus explained him in different ways. ബൈബിളിൽ പലയിടങ്ങളിലും യേശുവിനെ മനുഷ്യപുത്രൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. In the Holy Bible, Jesus has been referred as the Son of Man. യേശുവിനെ പലയിടങ്ങളിലും ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. But in some other places it has been mentioned Son of God. ബൈബിളിൽ പലയിടങ്ങളിൽ യേശുവിനെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന് വിളിച്ചിട്ടുണ്ട്. Again it is mentioned as Son of the Most High God. എന്നാൽ ഇത് കൂടാതെ പലയിടങ്ങളിലും യേശുവിനെ ദാവീദ് പുത്ര എന്ന് വിളിച്ചിട്ടുണ്ട്. But among all that, it is called as the Son of David too. യേശു ദാവീദിന്റെ പുത്രനാണ്.
Jesus is the son of David. അവൻ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് മുളച്ചതാണ്. And he came of the spring of Jesse. ഇപ്പോൾ ഗബ്രിയേൽ പറയുന്നു. So Gabriel is saying, ആ തിരുവെഴുത്ത് ദയവായി ഒന്ന് വായിച്ചാട്ട്. let's read that scripture portion. ലൂക്കോസ് 1-ാം 30 തുടങ്ങിയുള്ള വാക്യം. Luke chapter 1 verse 30 onwards. ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. And the Lord God shall give unto him the throne of his father David. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. യേശുവിൻ്റെ കാലയളവിൽ നിന്ന് ഏറിയ വർഷങ്ങൾക്ക് മുൻപാണ് ദാവീദ് ജീവിച്ചത്. David lived much years before the time of Jesus. യേശുവിന് മുമ്പ് ഏറെക്കുറെ 950 വർഷം മുമ്പാണ് ദാവീദ് യെരൂശലേമിൽ ജീവിച്ചത്. To be precise, more than 950 years before Jesus was David living. യേശുവിന് ഒരു 14 തലമുറയ്ക്ക് മുൻപാണ് ദാനിയേൽ എന്ന പ്രവാചകൻ ജീവിച്ചത്. And Daniel the prophet lived 14 generations before Jesus. ദാനിയേൽ തുടങ്ങി ഒരു 14 വർഷത്തിനപ്പുറമാണ് ദാവീദ് ജീവിച്ചത്. And before Daniel 14 years ago was David living. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. അപ്പോൾ ഏറെക്കുറെ 28 തലമുറയ്ക്ക് ഇടിവിലാണ് ഇവർ തമ്മിൽ ജീവിച്ചിരുന്നത്. So there was a gap of almost 28 generations. ഇപ്പോൾ ഗബ്രിയേൽ പറയുന്നത്, Now Gabriel is saying, അവൻ്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും. I shall give unto him the throne of his father David. ഇതുവരെയും ഭൂമിയിൽ സംഭവിച്ചിട്ടില്ല. It has not been literally fulfilled. ദാവീദിന്റെ ഒരു സിംഹാസനം ഭൂമിയിലില്ല. Because there is no throne of David on earth ഒരു today. കാലത്ത് ദാവീദിന് സിംഹാസനം ഭൂമിയിൽ ഉണ്ടായിരുന്നു. Once upon a time he had a throne in this എന്നാൽ world. പിൽക്കാലത്ത് അത് നഷ്ടപ്പെട്ടു പോയി. But later on it got destroyed. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to ഈ God. ദാവീദിന്റെ സിംഹാസന ചരിത്ര പശ്ചാത്തലം പഠിച്ചാൽ, If we look into the historical records of the throne of David, അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ തലമുറകളാണ് ഇസ്രായേൽ ജാതി. Israel, the nation, is the descendants of Jacob, which is the descendant of Isaac, which is the descendant of Abraham. അവർ ഏറിയ വർഷം മിസ്രൈമിലായിരുന്നു. And for long years they were at Egypt. എന്നാൽ പിന്നീട് ദൈവം അവരെ വിടുവിച്ചു. But the Lord delivered ഒരു them. 40ഓളം വർഷം അവർ മരുഭൂമിയിൽ യാത്ര ചെയ്ത് കനാൻ ദേശത്തേക്ക് വന്നു. 40 years they went through the wilderness and reached Canaan. തുടർന്ന് ജോഷുവ തുടങ്ങി ശമൂവേൽ വരെയുള്ള ദീർഘകാലയളവിലെ ന്യായാധിപന്മാർ അവരെ ഭരിച്ചു. Then for long years the judges ruled right from Joshua until Samuel. എന്നാൽ ശമൂവേൽ വയോധനായിരിക്കും കാലത്ത്, But in the old age of Samuel, ദൈവം ഇസ്രായേലിന് ഒരു രാജാവിനെ എഴുന്നേൽപ്പിച്ചു കൊടുത്തു. and in Israel there was a king taken up and risen ആ for them. രാജാവായിരുന്നു ശൗൽ. And that king was Saul. ശൗൽ ഒരു 40 വർഷം ഇസ്രായേലിനെ ഭരിച്ചു. Saul ruled Israel for 40 years. അതിനുശേഷം ദാവീദ് ഇസ്രായേലിന് രാജാവായി. Then David became the king of Israel. അദ്ദേഹം ഒരു 40 വർഷം യെരൂശലേമിൽ ഇസ്രായേൽ രാജാവായി വാണു. And again he ruled Israel in Jerusalem for 40 years. തുടർന്ന് തന്റെ പ്രിയ സന്തതിയായ സോളമൻ ഇസ്രായേലിന് രാജാവായി. Then his beloved son Solomon became the king of Israel. അദ്ദേഹം ഒരു 40 വർഷം ഇസ്രായേലിനെ വാണു. Even he too ruled for 40 years. എന്നാൽ തന്റെ സന്തതിയുടെ കാലത്ത്, But in the times of his seed, ഈ ഇസ്രായേൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. this nation Israel got divided into two. ഇസ്രായേൽ എന്നും യഹൂദ എന്നും രണ്ട് ഭാഗമായി തിരികെയാണ്. It got divided into Israel and Judah. ഇസ്രായേലിൽ ഏതാണ്ട് 21 രാജാക്കന്മാർ തുടർന്ന് വാണു. And then in Israel more than 21 kings ruled. യഹൂദയിൽ ഏതാണ്ട് 19ഓളം രാജാക്കന്മാർ വാണു. And in Judah more than 19 kings ruled. എന്നാൽ ദീർഘകാലങ്ങൾക്ക് ശേഷം, But after a very long time, ഇസ്രായേലിലെയും യഹൂദയിലെയും രാജാക്കന്മാർ ദുഷ്ടന്മാരായപ്പോൾ, when the kings of the Israel and Judah became wicked, ഇസ്രായേൽ ജാതിയെ തള്ളിക്കളഞ്ഞു. the Lord despised Israel. അങ്ങനെ അവർ ജാതിക രാജ്യങ്ങൾക്ക് അടിമകളായി തീർന്നു. And they became captives for the heathen kings. ഈ യഹൂദയിലെ രാജാവായ യഹോയാക്കീമിന്റെ കാലത്ത്, In the time of Jehoiakim, the Judah king, രാജാവായ നെബൂഖദ്നേസർ ഇസ്രായേലിനെ ആക്രമിച്ചു. Nebuchadnezzar, the king of Babylon, came and attacked.
അവർ യെരൂശലേം ദേവാലയം നശിപ്പിച്ചു. And they destroyed the temple of Jerusalem. രാജാക്കന്മാരുടെ അരമനകളെല്ലാം നശിപ്പിച്ചു. Destroyed all the palaces of the kings. അവർ ഒരു വലിയ സമൂഹം യഹൂദന്മാരെയും യഹൂദ രാജാവിനെയും അവർ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. And a great multitude of the Jews as well as their king was taken as captives. തുടർന്ന് ദീർഘവർഷം അവരുടെ കോളനിയായിരുന്നു ഇസ്രായേൽ. And Israel became a colony for long years of ഈ Babylon. സംഭവ ചരിത്രം And this history നമുക്ക് വിശുദ്ധ തിരുവെഴുത്തിലെ 27ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവചനത്തിൽ കാണാൻ കഴിയും. we can see in the prophecy of Daniel, the 27th book in the Holy ദാനിയേൽ Bible. പ്രവചനം 2ാം അധ്യായത്തിൽ വരുമ്പോൾ Coming to the book of Daniel chapter 2, അവിടെ നെബൂഖദ്നേസർ കണ്ട ഒരു സാമ്രാജ്യ ബിംബത്തെ നമുക്ക് കാണാം. we can see an idol of a kingdom over there. ദാനിയേൽ പ്രവചനം 7ാം അധ്യായത്തിൽ വരുമ്പോൾ When we come to Daniel chapter 7, അവിടെ ദാനിയേൽ കണ്ട സാമ്രാജ്യ മൃഗങ്ങളെ നമുക്ക് കാണാം. we can see the beast which represents the kingdoms. അപ്പോൾ നെബൂഖദ്നേസർ കണ്ട സാമ്രാജ്യ ബിംബത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ When we study about the idol seen by ആ Nebuchadnezzar, സാമ്രാജ്യ ബിംബത്തെ നമുക്ക് 7 ഭാഗങ്ങളായി തിരിക്കാം. we can divide that idol into 7 groups. 7 ഭാഗങ്ങൾ ചേർന്നതായിരുന്നു ഈ സാമ്രാജ്യ ബിംബം. And this idol was collective by 7 2ാം groups. അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം. We can see that in chapter 2. ഈ ഭയങ്കരമായ ദർശനം തനിക്കുണ്ടായി. And he had a great vision. അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ കഴിയാതെ താൻ വ്യാകുലനായി തീർന്നു. And he was troubled because no one could interpret. അക്കാലത്ത് തന്റെ രാജ്യത്തിലെ ജ്ഞാനികളും മന്ത്രവാദികളും ഒക്കെ അത് ശ്രമിച്ചു. And all the wise men and the scholars tried to do so. പക്ഷേ അവർക്കാർക്കും ഇതിന്റെ ആഴം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. But none could understand the depth of this പക്ഷേ vision. ദൈവാത്മാവുള്ള യഹൂദനായ ദാനിയേൽ അതിന്റെ വിവർത്തനം പറഞ്ഞു കൊടുത്തു. But Daniel, who had the spirit of the Lord, gave the example. അപ്പോൾ ആ ചക്രവർത്തി കണ്ട ദർശനത്തില് And in that vision, നമുക്കൊരു സാമ്രാജ്യ ബിംബത്തെ കാണാം. we can see an idol over there. അതിന്റെ പ്രാരംഭ ഭാഗം അതിന്റെ തല പൊന്നുകൊണ്ടുള്ളതാണ്. അത് ബാബിലോണിയ സാമ്രാജ്യമായിരുന്നു. And it shows that the beginning, the head was of gold, and it was the kingdom of Babylon. ഏതാണ്ട് BC 606 തുടങ്ങി 530 വരെയുള്ള കാലം അവരുടേതായിരുന്നു. BC 606 to BC 530 was their reign. താഴെയായി നിൽക്കുന്നത് And just below, നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ളതായിരുന്നു. his breast and his arms of silver. അത് മേദ്യ പാർസ്യ സാമ്രാജ്യമായിരുന്നു. It was the rule of Media Persia. ഏതാണ്ട് BC 539 തുടങ്ങി Right from BC 539 BC 330 വരെ ദീർഘവർഷം ഇസ്രായേൽ ഇവരുടെ കോളനിയായിരുന്നു. until BC 330, Israel was their colony. പ്രഗൽഭരായ 11ഓളം ചക്രവർത്തിമാർ അവരുടെ രാജ്യം വാണിരുന്നു. And more than 11 emperors ruled their kingdom. അതിനുശേഷം 3ാം ഭാഗത്തേക്ക് വന്നു. And we come to the third portion. അത് ഗ്രീക്ക് ആയിരുന്നു. It was Greece. മൈസലോണിയയിലെ രാജാവായ ഫിലിപ്പിന്റെ മകനായ അലക്സാണ്ടറിന്റെ സാമ്രാജ്യം. And it was the kingdom of Alexander, who was the son of the Macedonian ഏതാണ്ട് king. BC 330 തുടങ്ങി BC 323 വരെ ചുരുങ്ങിയ വർഷം ഗ്രീസിന്റെ കോളനിയായിരുന്നു ഇസ്രായേൽ. Israel became the colony of Greece for a short span of BC 330 to BC 323. 4ാം ഭാഗത്തേക്ക് വരുമ്പോൾ When we come to the fourth അത് portion, റോമൻ സാമ്രാജ്യമായിരുന്നു. it was the Roman Empire. അതിന് തൊട്ടു മുൻപായി അലക്സാണ്ടറിന്റെ 4 സൈനാധിപന്മാർ ഈ രാജ്യത്തെ വാണിരുന്നു. Just before that, 4 captains of Israel of Alexander ruled upon this kingdom. തുടർന്ന് റോമൻ സാമ്രാജ്യം ഭൂമിയിൽ വന്നു. And then the Roman Empire came on its world. ഏതാണ്ട് BC 323 തുടങ്ങി Right from BC 323. ഏതാണ്ട് AD 300-ലധികം വർഷം അവർ ഇസ്രായേലിൽ കോളനി വാഴ്ച നടത്തി. Even until AD 300, they made Israel their colony. അവരുടെ കാലത്താണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായെ റോമന്റെ ശിക്ഷാ നടപടി അനുസരിച്ച് ക്രൂശിച്ചത്. And it was during their reign that our Lord and Savior Jesus Christ was crucified according to their law. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അങ്ങനെ റോമിൽ പല ചക്രവർത്തിമാർ വാണുകൊണ്ടിരുന്നു. So many emperors ruled in Rome. ഏതാണ്ട് AD 60 ആയപ്പോൾ When it was AD 60, അവർ ഇസ്രായേൽ രാജ്യത്തെ നിരോധിച്ചു. they banned the nation Israel. തുടർന്ന് AD 70 And in AD 70, അവർ യെരൂശലേമിലെ അവരുടെ മഹത്തായ ആലയത്തെ റോമാക്കാർ നശിപ്പിച്ചു. the Romans destroyed their great and honorable temple in Jerusalem. 130 ആയപ്പോൾ AD 130, അവരെ അവരുടെ രാജ്യത്ത് നിന്ന് ഭൂമിയുടെ 4 ഭാഗത്തേക്കും ചെതറിച്ചു കളഞ്ഞു.
The people of that land were scattered to all the directions of the ഏതാണ്ട് globe. AD 135 ആയപ്പോൾ By AD 135, ഇസ്രായേൽ എന്നൊരു രാജ്യം ഭൂമിയിൽ ഇല്ലെന്ന് റോമൻ സെനറ്റ് പ്രഖ്യാപിച്ചു. the Roman Senate declared there is no nation Israel. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അങ്ങനെ അവർ ലോകത്തിലെമ്പാടും ചെതറിപ്പോയി. They were scattered across the globe. യെരൂശലേം ദാവീദിന്റെ രാജ്യമായിരുന്നു. And it was the kingdom of David. അവിടെ ശൗലും സോളമനും ഒക്കെ വാണിരുന്നു. And Saul and Solomon ruled over there. പ്രഗൽഭരായ പല രാജാക്കന്മാർ വാണിരുന്നു. Many great kings ruled there. എന്നാൽ പിൽക്കാലത്ത് അവർക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി. But in the later times everything was അവർ lost. ഭൂമിയിലെമ്പാടും ചിന്നിച്ചെതറി നടന്നു. They were all scattered in the different എന്നാൽ parts. ദൈവിക പദ്ധതി ആയപ്പോൾ But at the fulfillment of time, അഞ്ചാമത്തെ സാമ്രാജ്യം വന്നു. the fifth kingdom came into അത് ആ place. സാമ്രാജ്യ ബിംബത്തിലെ ഇരുമ്പും കളിമണ്ണും ചേർന്ന ഭാഗമായിരുന്നു. And that was the portion of the iron and clay. അതൊരു മിക്സഡ് ഭരണമായിരുന്നു. That was a mixed rule. ഇന്ന് നാം ജീവിക്കുന്ന കാലത്ത് അതാണ് ഇസ്രായേലിൽ സംഭവിക്കുന്നത്. And in this world and time today, that is what is ഇന്ന് happening. ഇസ്രായേൽ എന്നൊരു രാജ്യമുണ്ട്. Today Israel is a nation, നമ്മുടെ ഏറെക്കുറെ കേരളത്തിന്റെ പകുതി ഭാഗത്തോളം വരും. and its span would be almost half of Kerala, 1 കോടി ജനങ്ങൾക്ക് താഴെയാണ് അവിടുത്തെ ജനസംഖ്യ. and their population would be less than 1 crore. ഒരു ചെറിയ രാജ്യമാണ്. It's a small nation. ഭൂമിയുടെ മധ്യഭാഗത്തായി അറബി രാഷ്ട്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. In the center of the world, surrounded by Middle Eastern countries. ഇന്ന് അവിടെ രാജ്യവും ഭരണമൊക്കെ ഉണ്ട്. Today there is a rule and a nation. പക്ഷേ അവിടെ ഇന്ന് ദാവീദിന്റെ സിംഹാസനമില്ല. But yet there is no throne of David. ഇപ്പോൾ അവിടെ കളിമണ്ണും ഇരുമ്പും ചേർന്ന ഒരു മിക്സഡ് ഭരണമാണ്. Now there is a mixed rule of iron and clay. ഇനി ആറാമതൊരു സാമ്രാജ്യം വരും. Nextly, a sixth അത് kingdom would ഈ come. നെബൂഖദ്നേസർ കണ്ട സാമ്രാജ്യ ബിംബത്തിന്റെ And that would be in the image of Nebuchadnezzar. കാൽപാദത്തിന്റെ 10 വിരലുകളാണ്. It is the 10 fingers or toes. 10 വിരലുകൾ ഉണ്ടായിരുന്നു. There were 10 fingers in his feet. ഇത് വരുവാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു എന്നാണ് യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. And John says in the book of Revelation, it's about the 10 kings to come. അത് യേശുക്രിസ്തുവിന്റെ സാമ്രാജ്യമാണ്. And it is the kingdom of Antichrist. ബൈബിൾ അടിസ്ഥാനത്തിൽ കേവലം 7 വർഷം മാത്രമേ അവൻ അവിടെ ഭരിപ്പാൻ കഴിയത്തുള്ളൂ. According to the Bible, he can rule only for 7 years. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ വരുമ്പോൾ Coming to the book of Revelation chapter 13, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ നമുക്ക് കാണാം. we can see a beast which climbs out of the ocean. അവനാണ് ഇത് ക്രിസ്തു. And he is the അവൻ Antichrist. ചുരുങ്ങിയ നാളുകൾ ഭരിക്കും. And he shall rule for a certain ഇന്ന് while. ലോകത്തിൽ അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. And the world is preparing for ഒരു that. ഏക ലോക ഗവൺമെന്റ് ലോകത്തിൽ വരേണം. Because a one world nation or government should മനുഷ്യനെ come. ഏകീകരിക്കണം. And man should be unified. അതിനുള്ള ഒരുക്കങ്ങൾ ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. And all the preparations are happening in this ഇനി world. 7-ാമത്തെ സാമ്രാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ When we study about the 7th kingdom, അവിടെ ദാനിയേൽ പറയുന്നു, there Daniel says, പ്രഭോ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ and as you look, Master, കൈതൊടാതൊരു കല്ല് പറഞ്ഞു വന്നു. a stone was cut out without hands അത് came, സാമ്രാജ്യ ബിംബത്തെ ഇടിച്ചു. and it smote the image അതിനെ തകർത്തു കളഞ്ഞു. and break them into pieces. അനന്തരം ആ കല്ലൊരു വലിയ പർവ്വതമായി മാറി. And that stone became a great ഇതാണ് mountain. യേശുവിന്റെ രാജ്യത്വം. And this is the kingdom of Jesus. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 44-ാം വാക്യത്തിൽ വരുമ്പോൾ Coming to the book of Daniel chapter 2 and verse 44, ദാനിയേൽ പറയുകയാണ്, there Daniel says ദൈവം തന്റെ രാജ്യത്വം ഭൂമിയിൽ സ്ഥാപിക്കും. that the Lord shall establish his kingdom. എപ്പോഴാണ് സ്ഥാപിക്കുന്നത്? When shall it be? ഈ രാജാക്കന്മാരുടെ കാലത്ത്. In the time of these kings. ആരാണ് ഈ രാജാക്കന്മാർ? Who are these kings? സാമ്രാജ്യ ബിംബത്തിലെ 10 വിരലുകൾ, The 10 fingers in that image, അല്ലെങ്കിൽ യോഹന്നാൻ പറഞ്ഞ 10 കൊമ്പുകൾ. or the 10 horns as said by John. അവർ ഇസ്രായേലിൽ വാഴ്ച നടത്തും. They shall rule upon ഈ Israel. രാജാക്കന്മാരുടെ കാലത്ത് ദൈവം തന്റെ രാജ്യത്വം ഭൂമിയിൽ സ്ഥാപിക്കും. During their reign, the Lord shall establish his എന്താണ് kingdom. ഗബ്രിയേൽ പറഞ്ഞത്? What did Gabriel say? അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. That the throne of his father David shall be given to him. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ വരുമ്പോൾ Coming to Revelation chapter 7 and verse അവിടെ 13, ഒരു ദർശനം കാണുകയാണ്. there a vision is being പിന്നെ seen. ഞാനൊരു സന്ധ്യായാമത്തിൽ ഒരു ദർശനം കണ്ടു. And in the evening I see a vision. വയോധ്യനായ ഒരുവൻ ഇരിക്കുന്നു. And there is a man of great age. ഇതാ മനുഷ്യപുത്രന് തുല്യനായ ഒരുവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. And one who is like unto the Son of Man brought മുഴു over there. ലോകത്തിന്റെയും ആധിപത്യം വയോധ്യൻ അവന് കൊടുത്തു.
And the ancient one gave all the authority. 7-ാം അധ്യായം 13-ാം വാക്യം ദയവായി വായിച്ചാൽ. And chapter 7 verse 13 shall we read. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ളനിലയെങ്കി ധരിച്ചിരിക്കും. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 13-ാം വാക്യം. The book of Daniel chapter 7 and verse 13. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തനാകുന്നു. മേഘങ്ങളോട് വരുന്നത് കണ്ടു. അവൻ വയോധികനടുക്കൽ ചെന്ന് അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എന്താണ് ഗബ്രിയേൽ വന്നു പറഞ്ഞത്? What did Gabriel say? പിതാവായ ദൈവം, the Father Lord, അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. would give the throne of his father David. അവന്റെ രാജ്യത്തിന് അന്തം വരികയില്ല. There shall no be end for the ഇതാണ് kingdom. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത്. And this is what we read in this book. നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. Blessed is the one who is partakers of the first അവർ resurrection, ഉയർത്തു വന്ന യേശുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. because they shall resurrect and rule with Jesus for 1,000 ഈ years. സംഭവം കണ്ടിട്ട് യെശയ്യാ പ്രവാചകൻ പറയുന്നു, Seeing the same incident, Isaiah says ഒരു രാജാവ് നീതിയോടെ വാഴും, that a king shall rule with അവന്റെ righteousness, പ്രഭുക്കന്മാർ ന്യായത്തോടെ ഭരണം നടത്തും. and his princes shall rule with യഹോവയുടെ righteousness, പരിജ്ഞാനം കൊണ്ട് ഭൂമി നിറഞ്ഞു നിൽക്കും. and the Lord shall and the world shall be filled with the wisdom of ഭൂതലത്തിൽ God. ഒരു ദോഷവും ഉണ്ടാകത്തില്ല. There shall no be any evil. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 27-ാം വാക്യത്തിൽ വരുമ്പോൾ, Coming to Daniel chapter 7 and verse 27, അവിടെ ദാനിയേലിനോട് പറയുന്നു, there it is said unto Daniel, പിന്നെ രാജ്യത്വവും ആധിപത്യവും എല്ലാം ദൈവത്തിന്റെ വിശുദ്ധന്മാർക്ക് ലഭിക്കും. and the kingdom and the dominion shall be given to all the saints. ഇതാണ് അക്ഷരീയമായ ദൈവരാജ്യം. This is the literal kingdom of അത് God. ഇതുവരെയും ഭൂമിയിൽ നിവർത്തിക്കപ്പെട്ടിട്ടില്ല. It has not been fulfilled yet. ഇന്നേക്ക് 2600 വർഷം മുമ്പാണ് യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ കയ്യിൽ നിന്ന് ദാവീദിന്റെ സിംഹാസനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. And the throne of David was lost 2600 years ago in the reign of the king Jehoiakim. എന്നാൽ അതേ സിംഹാസനം പിതാവായ ദൈവം യേശുവിന് കൊടുക്കും. But the same throne shall be given back to Jesus Christ by Father God. ദാനിയേൽ പറയുന്നു, മനുഷ്യപുത്രന് തുല്യനായവനെ അവന്റെ മുൻപിൽ കൊണ്ടുവന്നു. And Daniel says, one who was like the Son of Man was brought to him. മുഴു ലോകത്തിന്റെയും ആധിപത്യം അവന്റെ പക്കൽ പിതാവ് കൊടുത്തു. And Father Lord gave him all the dominion and the glory of the world. അതാണ് ദൈവരാജ്യത്തിന്റെ രണ്ടാം ഭാഗം. That's the second part of the kingdom of ഇനി God. ദൈവരാജ്യത്തിന്റെ മൂന്നാം ഭാഗത്തേക്ക് വരുമ്പോൾ, Coming to the third portion of the kingdom of അത് God, നിത്യമായ ദൈവരാജ്യമാണ്. and it is the eternal kingdom of ബൈബിൾ God. അതിനെ പിതാവിന്റെ രാജ്യമെന്ന് പറയുന്നു. Bible says it's the Father's kingdom. ലോകത്തിലെ എല്ലാ മതങ്ങളും സ്വർഗ്ഗം നരകം വിശ്വസിക്കുന്നവരാണ്. Almost all the religions in the world believe in പക്ഷേ heaven and പലർക്കും hell. സ്വർഗ്ഗത്തെക്കുറിച്ചും സ്വർഗീയ അനുഭവത്തെക്കുറിച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. But their opinions may differ about how heaven is and how it is ക്രൈസ്തവരുടെ experienced. വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ട് നിൽക്കുന്ന ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ On the basis of the Bible within which the Christian faith is നമ്മൾ included, സ്വർഗ്ഗത്തെക്കുറിച്ച് പഠിച്ചാൽ, if we study about heaven, യേശു ഒരിക്കൽ പറയുകയാണ്, Jesus once said, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. in my Father's place there are many അപ്പോൾ habitations. സ്വർഗം പിതാവിന്റെ ഭവനമാണെന്നും That അവിടെ means- അനേക വാസസ്ഥലങ്ങളുണ്ടെന്നും യേശു പറയുകയാണ്. Therefore Jesus is mentioning that heaven is the place of God and there are many habitations within. ഇതിനെക്കുറിച്ച് BC 700 ജീവിച്ച പ്രവാചകനായ യെശയ്യാവ് പറയുന്നത്, And prophet Isaiah, who lived in BC നീ 700, വിശാലമായ ഒരു ദേശം കാണും, says we shall see a great നീ land, നിന്റെ രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ ദർശിക്കും. and you shall behold your king with all his glory. യെശയ്യാ പ്രവചനം 35:17 വായിക്കുമ്പോൾ, Isaiah chapter 35 and verse അവിടെ 17 we അദ്ദേഹം read. പറയുന്നത് സ്വർഗം ഒരു വിശാല ദേശമാണ്. There Isaiah says heaven is a great അവിടെ land മഹിമയുള്ള ഒരു രാജാവുണ്ട്. and there is a great king over there. യേശു പറഞ്ഞപ്പോൾ And when Jesus said സ്വർഗം ഒരു ഭവനമാണ്,
Heaven is a home. ആ ഭവനത്തിൽ ഒരു പിതാവുണ്ട്. And in that home there is a father. ഇനി ദാവീദ് ഇത് കണ്ടിട്ട് പറയുന്നു. Again David sees this and says. 16-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ വരുമ്പോൾ Psalm 16 and verse 6 we read. അവിടെ അദ്ദേഹം പറയുകയാണ്, മനോഹര ദേശത്ത് എനിക്ക് അളവുനൂല് വീണു. There he says that the lines have fallen in pleasant places. സ്വർഗ്ഗം ഒരു മനോഹര ദേശം എന്നാണ് അദ്ദേഹത്തിന്റെ വീക്ഷണം. According to his vision, heaven is a pleasant place. എബ്രായ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ, When we come to the epistle of എബ്രായ Hebrews, ലേഖനം 11-ാം അധ്യായം 10-ാം വാക്യത്തിൽ വരുമ്പോൾ, coming to Hebrews chapter 11 and verse 10, അവിടെ പൂർവ്വപിതാക്കന്മാരുടെ ജീവിത ചരിത്രം പറഞ്ഞ ശേഷം after mentioning the history of the forefathers, ഏബ്രഹാം സ്വർഗ്ഗത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നത് എങ്ങനെയെന്ന് പറയുകയാണ്. it shows how Abraham knew about heaven. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരമാണ് സ്വർഗ്ഗം. Heaven is a city with foundations, whose builder and maker is God. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ, When St. Paul writes the epistle to the Corinthians, അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത്, he says about heaven likewise, സ്വർഗ്ഗം ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടമാണ്. it is a building as a gift of God, സ്വർഗ്ഗം ദൈവത്തിന്റെ സിംഹാസനമാണ്. and it is the throne of God, സ്വർഗ്ഗം പിതാവിന്റെ ഭവനമാണ്. and it is the place and home of സ്വർഗ്ഗം God, വിശാലമായ ഒരു ദേശമാണ്. and it is a wide land. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എന്നാൽ വിശുദ്ധ ബൈബിളിന്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ, But coming to the final book of the Holy Bible, the book of അവിടെ Revelation, ഈ സ്വർഗ്ഗത്തിന്റെ മഹിമയെ യോഹന്നാൻ കാണുകയാണ്. there John sees the glory of the kingdom of God. അപ്പോൾ അദ്ദേഹം പറയുന്നത് സ്വർഗ്ഗത്തിന് പുതിയ യെരൂശലേം എന്നൊരു പേരാണ്. There he mentions heaven as New Jerusalem. പുതിയ യെരൂശലേം എന്നൊരു വിശുദ്ധ നഗരം ഞാൻ കണ്ടു. And I saw a holy city, New Jerusalem. അതിന് പൊക്കമുള്ള വൻമതിലുകൾ ഉണ്ടായിരുന്നു. And it had high walls. അതിന്റെ മതിലുകളിൽ 4 സൈഡിലും 3 ഗോപുരങ്ങൾ വീതം ഉണ്ടായിരുന്നു. And there were 3 tombs and in 4 places. ആ ഗോപുരങ്ങളൊക്കെ ഓരോ രത്നങ്ങളായിരുന്നു. And these tombs were made of precious stones. അതിന്റെ 12 അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. And it had 12 foundations. ഇതിനെ അതിന്റെ ഉള്ളിലേക്ക് നാം കയറി ചെന്നാൽ, And when we go inside, അതിന്റെ വീതികളെല്ലാം സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായിരുന്നു. and all its streets were അതിന്റെ clear. നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം ഉണ്ടായിരുന്നു. And in the midst of it was the throne of the Son of God and the Father. ആ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പളുങ്ക് നദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. And the crystal river was proceeding from the throne of the Lamb of God and of the Father. അതിന്റെ ഇരുകരകളിലും ജീവന്റെ വൃക്ഷമുണ്ടായിരുന്നു. And in both the shores there were trees of life. വെളിപ്പാട് പുസ്തകം 21 വരുമ്പോൾ, Coming to the book of Revelation chapter അതിന്റെ 21, മനോഹരത്വം വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. we can see the beauty of that ഇത് city. സമചതുരമായ ഒരു സിറ്റിയാണ്. And it is a square city. ഇതിന് വിശുദ്ധ നഗരമെന്നാണ് പേര്. It is named as a holy city. ഇതിന് പൊക്കമുള്ള വൻമതിലുകളുണ്ട്. And it had great walls. മതിലുകളിൽ ഗോപുരങ്ങളുണ്ട്. And it had 12 gates. ഇതിന്റെ ഉള്ളിലെ വീതികളെല്ലാം സ്വച്ഛ സ്ഫടികത്തിന് തുല്യമാണ്. And all the streets were of clear ഇതിന്റെ crystal. മധ്യേ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനമുണ്ട്. And in the midst of that was the throne of the Lamb and ആ God. സിംഹാസനത്തിൽ നിന്ന് പളുങ്ക് നദികൾ ഒഴുകുകയാണ്. And from there the waters of crystal are അതിന്റെ flowing. ഇരുകരകളിലും ജീവവൃക്ഷമുണ്ട്. And there were trees in both the sides. അവിടെ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. And the city needed no sun or moon to light, കുഞ്ഞാടാണ് അതിന്റെ വിളക്ക്. because the Lamb itself was the light. മന്ദിരം ഞാൻ അതിൽ കണ്ടില്ല. And I could not see any building, കുഞ്ഞാടാണ് അതിന്റെ മന്ദിരം. because Lamb was the building. ഇങ്ങനെയാണ് സ്വർഗത്തിന്റെ മനോഹരത്വം ബൈബിൾ പറയുന്നത്. And that's how the Bible refers as the ഇനിയും beauty of heaven. ആ സ്വർഗത്തിന്റെ അനുഭവ അവസ്ഥകളെ കുറിച്ച് നമ്മൾ നോക്കിയാൽ, But when we look to the experiences of that heaven, ഇത് യോഹന്നാന്റെ ഒരു ആത്മീയ ദർശനമാണ്. it is a spiritual revelation of John. ആ സ്വർഗീയ അവസ്ഥയിൽ ഒരു സ്വർഗീയ ശരീരമുണ്ട്. In that spiritual vision we have a spiritual body. പൗലോസ് പറയുന്നു, St. Paul says, ഭൗമിക ശരീരവും ആത്മീയ ശരീരവും ഉണ്ട്. we have a literal body and a spiritual body. ആകയാൽ ഒരു സ്വർഗീയ ശരീരമുണ്ട്. There is a spiritual body therefore. എങ്ങനെയുള്ള ശരീരമാണ്? What kind of a body it is? പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നു, When St. Paul wrote the epistle to the Philippians, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ this vile body അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തുകയാണ്. shall be transformed unto his glorious body. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ വരുമ്പോൾ Coming to Philippians chapter 3, നമുക്കത് കാണാൻ കഴിയും. we can see that. നമ്മുടെ താഴ്ച കണ്ടോ, വായിച്ചാട്ടെ.
നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ that this lovely body shall be transformed, തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തി തരും. should be transformed unto his glorious body. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ And that this low body തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തി തരും. shall be transformed unto his glorious body. സ്വർഗ്ഗത്തിൽ ഒരു ശരീരമുണ്ട്. Therefore there is a body in heaven. അതിന് ബൈബിൾ സ്വർഗീയ ശരീരം എന്നാണ് പറയുന്നത്. And the Bible says it as a heavenly body. ഒരിക്കൽ യേശുവിനോട് സ്വർഗീയ ശരീരത്തെക്കുറിച്ച് യഹൂദന്മാർ ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. There is a situation where the Jews ask about the heavenly body. ലോകത്തിൽ പല മതങ്ങളും സ്വർഗ്ഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന പല രീതിയിലാണ്. Today many religions teach about about the heaven in different ways. ഭൂമിയിൽ നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ ഭൂമിയിൽ പാവമായി കാണപ്പെടുന്ന പലതും സ്വർഗ്ഗത്തിൽ ലഭിക്കുമെന്ന് പഠിപ്പിക്കുന്ന മതങ്ങളുണ്ട്. There are religions which teach that what is sin in this world can be enjoyed as pleasure. പറയുന്നത് യാതൊരു അശുദ്ധനും മ്ലേച്ഛത പ്രവർത്തിക്കുന്നവനും ആ നഗരത്തിൽ പ്രവേശിക്കത്തില്ല. But the Bible clearly says that no wicked and fornicating sin shall be permitted over there. അവിടെ നമുക്ക് സ്വർഗീയ ശരീരങ്ങളുണ്ട്. Because we have glorious body over there. യേശു ഉയർത്തു വന്ന ശരീരത്തോട് സമാന്തരമായ ശരീരമാണ്. And it is similar to the body attained by Jesus when he resurrected. യേശുവിനോട് ചോദിച്ചു. So once it was asked to Jesus. യേശു അതിനെക്കുറിച്ച് പറയുന്നത്, Jesus replied, ലൂക്കോസിന്റെ സുവിശേഷം Gospel according to Luke, 20-ാം അധ്യായം chapter 20, 35-ഉം 36-ഉം വാക്യങ്ങൾ വായിച്ചാൽ 35 and 36th verse shall we read. എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിലും യോഗ്യരായവർ വിവാഹം കഴിക്കുകയില്ല. And they will not marry. വിവാഹത്തിന് കൊടുക്കുകയില്ല. Neither will they give for marriage. അവർക്കിനി മരിപ്പാനും കഴിയുകയില്ല. Neither can they die anymore. അവർ പുനരുത്ഥാന പുത്രന്മാരാകയാൽ For they are equal unto the angels. ദൈവദൂതന്മാർക്ക് തുല്യരും. And they are equal to the angels. ദൈവത്തിന്റെ പുത്രന്മാരും അത്രേ. They are the children of God. അപ്പോൾ സ്വർഗ്ഗത്തിലെ അവസ്ഥയിൽ And in the experience of heaven, അവിടെ യേശു പറയുകയാണ്, there God is saying, അവരെല്ലാവരും പുനരുത്ഥാന പുത്രന്മാരാണ്. they are all the children of the resurrection. അവിടെ വിവാഹം കഴിക്കുന്നില്ല. There is no marriage over there. അവിടെ വിവാഹത്തിന് കൊടുക്കുന്നുമില്ല. Neither is anyone given for marriage. ലോകത്തിൽ ചില മതങ്ങളൊക്കെ നമ്മൾ പഠിച്ചാൽ But if we study certain religions, അവിടെ സ്ത്രീയും പുരുഷനും ഒക്കെ ഉണ്ട്. there are women and men over there. അവിടെ കള്ളും ചാരായം ഒക്കെ ഉണ്ട്. There is liquor and a rack over there. ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ട് നിൽക്കുന്ന ബൈബിൾ പറയുന്ന സ്വർഗ്ഗത്തിൽ ഇതൊന്നുമില്ല. The Bible, which includes Christian faith, says there is nothing over there. ബൈബിൾ എന്തു പറയുന്നു? What does the Bible say? അവർ വിവാഹം കഴിക്കുന്നില്ല. They never give for marriage. അവർ വിവാഹത്തിന് കൊടുക്കുന്നില്ല. Neither take marriage. അവർക്ക് മരണമില്ല. They do not have death. അവരെല്ലാവരും പുനരുത്ഥാന പുത്രന്മാരാകയാൽ because they are all the children of the resurrection. അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവത്തിന്റെ പുത്രന്മാരും അത്രേ. They are equal to the angels and are the children of God. അപ്പോൾ സ്വർഗ്ഗത്തിലെ ശാരീരിക അവസ്ഥയെക്കുറിച്ചാണ് നാം ഇത് ഗ്രഹിക്കുന്നത്. So we understand the physical nature in heaven. അടുത്തതായി നമ്മൾ നോക്കുമ്പോൾ again when we look, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 4-ാം വാക്യത്തിൽ വരുമ്പോൾ, coming to the book of Revelation 21 verse 4, സ്വർഗീയ അനുഭവത്തിന്റെ മറ്റൊരു ചിത്രം കാണാം. we can see the heavenly experience in another way. ഒരിക്കലും അവർക്ക് അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളഞ്ഞു. And the God shall wipe away all their tears. ഇനി മരണം ഉണ്ടാകുകയില്ല. There shall not be death anymore. ദുഃഖവും മുറവിളിയും അവിടെ ഉണ്ടായിരിക്കത്തില്ല. Neither sorrow nor crying. അവർ നിത്യം കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കും. And they shall worship the Lord forever. ഇതാണ് ബൈബിൾ പറയുന്ന സ്വർഗ്ഗം. This is the heaven which Bible says. പിതാവിന്റെ ഭവനമാണ്. It's Father's home. ഇത് വിശാല ദേശമാണ്. It's a wide land. ഈ ഭവനത്തിന് അനേക വാസസ്ഥലങ്ങളുണ്ട്. There are many habitations within. ഇതിന്റെ ശില്പി ദൈവമാണ്. And God is the maker. ബൈബിൾ ഇതിനെ വിശുദ്ധ നഗരമെന്നാണ് വിശേഷിപ്പിച്ചത്. Bible refers it as the holy city. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ അവിടേക്ക് പോകും. And those whose names are found in the book of the Lamb shall go there. ഇതിന് പൊക്കമുള്ള വൻമതിലുകളുണ്ട്. And it has great walls. ഇതിന്റെ നടുവിൽ കൂടെ പളുങ്ക് നദികൾ ഒഴുകുന്നുണ്ട്. And crystal rivers go through the midst of it. അതിന്റെ ഇരുകരകളിലും ജീവവൃക്ഷമുണ്ട്. And there are trees of life on either side. എല്ലാ റെഫറൻസും വായിക്കാൻ നമുക്ക് സമയം പോരാ. We do not have time to read all. ദയവായി വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം നിങ്ങൾ തുടർച്ചയായി വായിച്ച്
വായിച്ചാട്ട് Please read Revelation 21 അപ്പോൾ continuously. സ്വർഗത്തിന്റെ ഒരു രൂപം നിങ്ങൾക്ക് കാണാൻ കഴിയും. And then you can see an image of നമ്മുടെ heaven. യേശു എന്താണ് പറഞ്ഞത്? What did Jesus say? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിപ്പീൻ. When you pray, pray നിന്റെ likewise. പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. O Father, hallowed be thy നിന്റെ name. ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണമേ. And let thy will be happening on this earth. പിതാവേ, നിന്റെ രാജ്യം വരയണമേ. And Lord, let thy kingdom come.